ഹലോ, ചന്തു ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തെങ്ങിൻതോപ്പിൻ്റെ നടുക്കൂടെയുള്ള വഴിയിലൂടെ നമ്മളിങ്ങനെ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളവർക്കൊക്കെ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. കുറേ കാലം കൊണ്ട് നമ്മൾ കണ്ണൂരുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേൾക്കുകയാണ്, കള്ള് കുടിക്കുകയാണെങ്കിൽ അതുപോലെ ഷാപ്പിലെ ആ ഒരു വൈബ് അറിയണമെങ്കിൽ പറശ്ശിനിക്കടവുള്ള അക്കരെ പറശ്ശിനിയിലുള്ള ഷാപ്പിൽ പോകണമെന്ന് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ നമ്മളിന്ന് വന്നിരിക്കുകയാണ് പറശ്ശിനിക്കടവ് അക്കരെയുള്ള ഷാപ്പിലേക്ക്. പറശ്ശിനിക്കടവ് അമ്പലത്തിന് ചുറ്റും ഒരുപാട് ഷാപ്പുകൾ ഉണ്ടെങ്കിലും അടിപൊളി കള്ളും അതുപോലെ തന്നെ നല്ല ഫുഡും കിട്ടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷാപ്പാണിത്, അക്കരെ പറശ്ശിനി എന്ന് പറഞ്ഞിട്ട്. ഇവിടേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പറശ്ശിനിക്കടവ് പാലം കടന്ന് കഴിയുമ്പോൾ, അതായത് പറശ്ശിനീൻ്റെ അവിടെ നിന്ന് വരുന്ന സമയത്ത് പാലം കഴിഞ്ഞിട്ട് ഫസ്റ്റ് യൂട്ടേൺ എടുക്കുന്ന സമയത്ത് യൂട്ടേൺ എടുത്ത് അപ്പാടെ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് താഴേക്ക് ഒരു വഴി പോകുന്നുണ്ട്. ആ വഴി നേരെ ചെന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീടിൻ്റെ സൈഡിലൂടെ നമുക്ക് ഒരു ചെറിയ വഴിയുണ്ട്, ആൾക്കാർക്ക് നടന്നു പോകാനുള്ളൊരു വഴിയുണ്ട്. ആ വഴി നേരെ നീളുന്നത് ഈ തെങ്ങിൻതോപ്പിലാണ്. ആ തെങ്ങിൻതോപ്പിൽ നടുക്കുള്ള ഷാപ്പിലേക്കാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഷാപ്പിൽ നിന്ന് കഴിക്കാമെന്ന് ഇന്നലെ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനൊക്കെ ഇട്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരോടും ആൾക്കാരോടൊക്കെ വഴിയൊക്കെ ചോദിച്ച് ഞങ്ങൾ വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെത്തി. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫുഡൊക്കെ ആയി വരുന്നുണ്ട്, പിന്നെ അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ സെർവ് ചെയ്യുള്ളൂ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോ അല്ലെങ്കിൽ ദോശ എന്തെങ്കിലും വേണമായിരുന്നു. കാരണം ചന്തു കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവനങ്ങനെ കഴിക്കില്ല, പിന്നെ ഇടിച്ചിട്ട കപ്പയൊന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു 8:30 കഴിഞ്ഞ് 9 മണിയൊക്കെ ആവാനായപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. കാരണം ഇത് സൺഡേയും കൂടിയായിരുന്നു അന്ന്. അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അതാണ് മെയിൻ, അതായത് ഫുഡിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കള്ള്, അടിപൊളി കള്ള് പ്ലസ് ആ ഒരു വൈബ്, ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഈ ലൊക്കേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന കണ്ണൂരുള്ള നമ്മുടെ കുറച്ച് ചങ്സ് ഉണ്ട്. അവർ നമുക്ക് കുറച്ച് ലൊക്കേഷൻസും കൂടി ഇതിന് തൊട്ടടുത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിന്നെ പുഴയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനും അതുപോലെ ഒരു അക്വഡക്റ്റിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് നല്ല മഴ കിട്ടിയതുകൊണ്ട് നമുക്കിതൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കള്ള് കുടിക്കാനോ പോകുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് അവിടെ എത്തണം. പ്രത്യേകിച്ച് വീക്കെൻഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്കൊക്കെ മുമ്പായിട്ട് എത്തണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് പല ഐറ്റംസും ഉണ്ടാവില്ല അവിടെ. പിന്നെ കള്ളാണെന്നുണ്ടെങ്കിൽ നല്ല മധുരക്കള്ളാണ്, പ്യുവറാണ്, അടിപൊളി ടേസ്റ്റാണ്. ഫുഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും പറയാൻ ഒരു രക്ഷയില്ല. ഫുഡ് അടിപൊളി ടേസ്റ്റി ഫുഡാണ്. കപ്പ, അപ്പം, ദോശ, അതുപോലെ തന്നെ നോൺ വെജ് കറി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ താറാവ്, പോർക്ക്, ബീഫ്, ചിക്കൻ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കറികളൊക്കെ മീനൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പ്ലസ് ഇതിൻ്റെയൊക്കെ തലക്കറികളുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഷാപ്പിലെ ഫുഡ് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എപ്പോഴെങ്കിലും ഒരിക്കൽ പറശ്ശിനിയിലുള്ള ഈ അക്കരെയുള്ള ഷാപ്പിലൊന്ന് വന്ന് ട്രൈ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.